KSRTC ചെറുതോണി ഡിപ്പോയ്ക്ക് ജില്ലാ പഞ്ചായത്ത് എതിരു നിൽക്കുന്നു എന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പണി തീരാത്ത കെട്ടിടം വിട്ടുനൽകുവാൻ കഴിയില്ലെന്ന വസ്തുത വ്യക്തമായിരിക്കെ LDF വ്യാജ പ്രചരണം നടത്തുന്നതായും ഭരണസമിതി വ്യക്തമാക്കി. KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എതിരു നിൽക്കുന്നു എന്നത് വാസ്തവ വിരുദ്ധമെന്നും നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെയും CV വർഗീസിന്റെയും രാഷ്ട്രീയ നാടകമാണെന്നും ഇത് പൊതുജനം തിരിച്ചറിയണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15/10/2022 നടന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു തീരുമാനപ്രകാരം അത് അന്നത്തെ ചെറുതോണി ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഷട്ടറുകൾ സ്ഥാപിക്കുകയും വൈദ്യുതീകരണം നടത്തുകയും ചെയ്ത് പൊതുലേലം ചെയ്യുന്നതിനും കൂടാതെ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ മെമ്പറായിരുന്ന ശ്രീ KG സത്യൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരികയും വളരെ നല്ല നിലയിൽ തന്നെ അന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. RTOയുടെ അംഗീകാരം വാങ്ങാൻ LDF ഭരണസമിതിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുതയെന്നും ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷൻ എന്നിവയുടെ നടത്തിപ്പിനായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കരാർ വെച്ച് കൈമാറുന്നതിന് 11/6/2024 ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നു. ഇതിനുശേഷം 1/7/2024 കമ്മിറ്റിയിൽ നടത്തിപ്പ് അവകാശം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടേണ്ട കരാറുകളും വ്യവസ്ഥകളും ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അർക്കിപ്പറമ്പിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി സജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി റജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി സാബു, ആൻസി ജെയിംസ്, PS സജി, മനോജ് കോക്കാട്ട്, ടോണി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.